അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പുണ്യമാക്കപ്പെട്ട റമദാനിൻ്റെ മാഫിറത്തിൻ്റെ 10-ലാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ സയ്യിദിയ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മിനെ പറ്റിയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയ ഒരു അത്ഭുതകരമായിട്ടുള്ള ഇസ്മ. നിങ്ങളെ എന്ത് മുറാദുകളും നിങ്ങളെ എന്ത് ഹാജത്തും ഈ ഇസ്മിനെ കൊണ്ട് അമൽ ആരെങ്കിലും എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്ത് ഹാജത്തും അല്ലാഹു നിറവേറ്റി തരും. ഇതൊരു മുജറബായിട്ടുള്ള അമലാണ്. ധാരാളം ആളുകൾക്ക് ഇത് എഫക്റ്റ് ചെയ്ത അമലാണ്. അവർ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ അവർ നേടിയെടുത്ത ഒരു അത്ഭുതകരമായിട്ടുള്ള ഇസ്മ. ഈ ഇസ്മിനെ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഈ എണ്ണത്തിൽ ചൊല്ലിയാൽ അവൻ്റെ എല്ലാ ഹാജത്തുകളും അല്ലാഹു നിറവേറ്റി കൊടുക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച ഒരു ഇതാരെങ്കിലും ചെയ്യാൻ തയ്യാറായാൽ, ഒരു ദിവസത്തിൽ ഇത്ര എണ്ണത്തിൽ ആരെങ്കിലും ചെയ്യാൻ തയ്യാറായാൽ അവന് എല്ലാ മുറാദും അല്ലാഹു ഹാസിലാക്കി കൊടുക്കും. ധാരാളം മുറാദുകളുള്ളവരാണ്. നമ്മളെ മജ്ലിസിന്റെ കമന്റ് എടുത്തു നോക്കിയാൽ തന്നെ ധാരാളം ദുആ വസിയത്തുകൾ, തങ്ങളെ ഒരു വീടില്ല, തങ്ങളെ വീടിന് വേണ്ടി ദുആ ചെയ്യണേ. മകൻ്റെ കല്യാണക്കാരും റെഡിയാവാൻ തങ്ങൾ ദുആ ചെയ്യണം. മകൻ്റെ ജോലി റെഡിയാവാൻ തങ്ങൾ ദുആ ചെയ്യണം. ഭർത്താവിൻ്റെ ജോലി റെഡിയാവാൻ തങ്ങൾ ദുആ ചെയ്യണം. മകൻ്റെ ദുശീലങ്ങൾ, മകൻ്റെ സ്വഭാവം റെഡിയാവാൻ തങ്ങൾ ദുആ ചെയ്യണം. ഭർത്താവിൻ്റെ സ്വഭാവം റെഡിയാവാൻ തങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെ പറഞ്ഞു വന്ന് തങ്ങളെ വീട് പണി തുടങ്ങി അത് പൂർത്തീകരിക്കാൻ തങ്ങൾ ദുആ ചെയ്യണം. കടമാണ് തങ്ങളെ, അതിൽ നിന്നൊരു സംരക്ഷണം ഉണ്ടാവാൻ, അത് വീടിക്കിട്ടാൻ തങ്ങൾ ദുആ ചെയ്യണം. മക്കളില്ല തങ്ങളെ, ഒരു സ്വാലിഹായ മക്കളുണ്ടാവാൻ തങ്ങൾ ദുആ ചെയ്യണം. എല്ലാ ദുആ വസിയത്തുകൾ, ധാരാളം മുറാദുകളുള്ളവരാണ് നമ്മളെ മജ്ലിസ് കാണുന്നവർ. ധാരാളം ആളുകൾ അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മുജറബായിട്ടുള്ള ഒരു അമൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 112-ാമത്തെ അധ്യായം. ഏതാണ് അധ്യായം? സൂറത്തുൽ ഇഖ്ലാസ്. 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ്. 114 അധ്യായങ്ങളിലെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ്. എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും നിത്യജീവിതത്തിൽ പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഇതിലേതാണ് ഇസ്മ? ഇതിൽ പറയപ്പെട്ട അത്ഭുതകരമായിട്ടുള്ള ഇസ്മ. ഈ ഇസ്മ നമ്മൾ പറയുന്ന, നമ്മൾ അമലെടുക്കേണ്ട ഇസ്മ ഈ സൂറത്തിൽ പറയപ്പെട്ട ഇസ്മിനെയാണ്. ഈ ഇസ്മിനെ കൊണ്ടാണ് നമ്മൾ അമലെടുക്കേണ്ടത്. ഏതാണ് ഇസ്മ? എങ്ങനെയാണ് ആ ഇസ്മിനെ കൊണ്ട് അമലെടുക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിൻ്റെ മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളെ മജ്ലിസിലേക്ക് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അവരെ മുറാദുകൾ പറഞ്ഞുകൊണ്ട്, അവരെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട്, അവരെ ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്ന ധാരാളം ആളുകൾ. ഇതിന്ന് വലിയൊരു സംരക്ഷണം ഉണ്ടാവാൻ തങ്ങൾ ദുആ ചെയ്യണം. തങ്ങളെ നേരിൽ കാണാനാണ്, എന്നാണ് വീട്ടിലുണ്ടാവുക, എപ്പോഴാണ് ഞങ്ങൾ വരേണ്ടത് എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്ന ആളുകൾ. ഇനി ഇൻഷാ അല്ലാഹ് കൺസൾട്ടിങ് ഉള്ളത് തിങ്കളാഴ്ചയാണ്. ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ സകലമായ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി അള്ളാഹു ഞങ്ങൾക്ക് റാഹത്ത് പ്രദാനം ചെയ്യണം.
ജീവിതത്തിൽ വലിയ ബർക്കത്ത് നീ പ്രദാനം ചെയ്യണം അല്ലാ. ജീവിതത്തിൽ ഐശ്വര്യം നീ നിറക്കണം അല്ലാ. നീ നിറക്കണം അല്ലാ. പൈശാചികമായ ഉപദ്രവത്തൊട്ട് തൊട്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ വലിയ കാവലി നൽകണേ അല്ലാ. വലിയ സംരക്ഷണം നൽകണേ അല്ലാ. അതിൽ ഇബ്താലിയത്ത് ഒരു ബാത്തിനിയത്ത് നീ നൽകണേ അല്ലാ. നീ നൽകണേ തമ്പുരാനെ. ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ഇസ്മ? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിൽ പറയപ്പെട്ട അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങളിൽപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട നാമം, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ടൊരു നാമം, അത്ഭുതകരമായിട്ടുള്ള നാമം. ഏതാണ് ആ നാമം? ഏതാണ് അത്ഭുതകരമായിട്ടുള്ള സൂറത്തുൽ ഇഖ്ലാസിലെ അത്ഭുതകരമായിട്ടുള്ള ഇസ്മ? സ്വമദ്, നിരാശ്രനായ അല്ലാഹു. സ്വമദ് എന്നുള്ള അർത്ഥം എന്താണ്? ഒരാളെയും ആശ്രയിക്കാത്തവൻ. ഒരാളും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹ്ക്ക് ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഒരാളെയും ആശ്രയിക്കാത്ത അള്ളാഹു സ്വമദ്. ഈ സ്വമദ് എന്നുള്ള ഈ ഇസ്മ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ അത്ഭുത ഇസ്മിനെ, ഈ ഇസ്മിനെ കൊണ്ട് നമുക്ക് വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു ഇസ്മാണ്. നമ്മളെ ഹാജത്തുകൾ നിറവേറ്റാൻ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു അത്ഭുത ഇസ്മാണ് സ്വമദ്. യാ സ്വമദ്. എത്ര പ്രാവശ്യമാണ് ഈ ഇസ്മിനെ കൊണ്ട് എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത്? ഈ ഇസ്മിനെ കൊണ്ട് എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത്? 40 ദിവസം മുടങ്ങാതെ, ഒരു ദിവസം പോലും വിട്ടുപോകാതെ, അതിൽ ഒരു ദിവസം 134 പ്രാവശ്യം യാ സമദ് യാ അല്ലാഹ്, 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 യാ സമദ് യാ അല്ലാഹ് 134 പ്രാവശ്യം 40 ദിവസങ്ങൾ മുടങ്ങാതെ ചെയ്താൽ നിന്റെ ഹാജത്തുകൾ അല്ലാഹു നിറവേറ്റിത്തരും. എന്താണ് അസ്മാഉൽ ഹുസ്ന? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ. അസ്മാഉൽ ഹുസ്ന എന്താണ്? അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, അല്ലാഹുവിനോട് ദുആ ചെയ്യാനാണ് അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ദുആ ചെയ്താൽ അവന്റെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കും. അതിൽപ്പെട്ടൊരു അത്ഭുതകരമായിട്ടുള്ള ഇസ്മ മഹാന്മാര് ഇപ്രകാരം ഒരു ദിവസം 134 പ്രാവശ്യം 40 ദിവസം മുടങ്ങാതെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ സമദ് യാ അല്ലാഹ് എന്ന ഇസ്മ യാ ചേർത്തിക്കൊണ്ട് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അത്ഭുതം ജീവിതത്തിൽ കാണാം. നിന്റെ എല്ലാ ഹാജത്തും അല്ലാഹു നിറവേറ്റി തരും. നമുക്ക് എന്ത് മുറാദാണെങ്കിലും, നമ്മളെ മനസ്സിലുള്ള എന്ത് ഉദ്ദേശമാണെങ്കിലും അല്ലാഹു നിറവേറ്റി തരും. ഇതൊന്ന് ചെയ്തു നോക്ക്. ഇത് ജീവിതത്തിൽ നിന്ന് പ്രാവർത്തികമാക്കി പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ യാ സമദ് യാ അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട അല്ലാഹുവിൻ്റെ നാമം, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തിയ നാമം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യാൻ ഈ അമൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്റെ എല്ലാ മുറാദും അല്ലാഹു ഹാസിലാക്കി തരും. ഇത് മുജറബായിട്ടുള്ളൊരു അമലാണ്. ധാരാളം ആളുകൾക്ക് ഇത് എഫക്റ്റ് ചെയ്യുന്നതാണ്. അവർ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങൾ, അവരെ ഉദ്ദേശങ്ങൾ അവർ നടത്തിയെടുത്തൊരമലാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഇന്ന് ഇതാ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചെയ്യാൻ തയ്യാറായി, ഇന്ന് ഇതാ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചെയ്യും തങ്ങളെ ഇൻഷാ അല്ലാഹ് എല്ലാവരും അറിയിക്കും. ഒരു പ്രതിജ്ഞാ മനസ്സോടുകൂടി ഏത് സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാം. സുബഹി നിസ്കാരം കഴിഞ്ഞ്, ളുഹർ നിസ്കാരം കഴിഞ്ഞ്, അസർ കഴിഞ്ഞ്, മഗ്രിബ് കഴിഞ്ഞ്, ഇശാ കഴിഞ്ഞ് ഏത് സമയത്തും ഒരു 134 പ്രാവശ്യം മുടങ്ങരുത്. ഇതിൻ്റെ ഇടയിൽ മുടങ്ങരുത്. നിങ്ങൾക്ക് ഏത് സമയത്തും ചൊല്ലാലോ. ശുദ്ധിയില്ലാത്ത സമയത്തും ഏത് സമയത്തും അസ്മാഉൽ ഹുസ്ന ചൊല്ലാം. നിങ്ങൾ ചൊല്ലി നോക്കുക, അത്ഭുതം ജീവിതത്തിൽ കാണാം. ഒരു 40 ദിവസം നിങ്ങൾക്ക് മുടങ്ങാതെ 134 പ്രാവശ്യം ചൊല്ലുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് നീ ദുആ ചെയ്ത് നോക്കുക. അല്ലാഹുവിൻ്റെ ദുആ സ്വീകരിക്കും. നിന്റെ മുറാദ് അല്ലാഹു ഹാസിലാക്കി തരും. നിന്റെ ഉദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു തരും. മുഅ്മിനീങ്ങളെ, എന്തുദ്ദേശമാണെങ്കിലും എന്ത് മുറാദാണെങ്കിലും അല്ലാഹു ആ മുറാദ് അല്ലാഹു നടത്തി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച ഒരു അത്ഭുത ഇസ്മ.
ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ, ഇത് ജീവിതത്തിൽ പകർത്തണേ ഇൻഷാ അല്ലാഹ്. ഓരോരോ അമലുകൾ ഇൻഷാ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അത് ആളുകൾ ചെയ്തുകൊണ്ട്, ഓരോരുത്തർ ചെയ്തുകൊണ്ട് അവർക്കത് എഫക്റ്റ് ചെയ്തതുകൊണ്ടാണ്. നമ്മളടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അത് പ്രതിഫലിച്ചു, അവരുടെ ജീവിതത്തിൽ അത് വിജയകരമായി അവർ പൂർത്തീകരിച്ചു, അവരെ മുറാദ് അവരെ ഹാസിലാക്കിയെടുത്ത്, ഈ അമൽ കൊണ്ട് അവരവരെ മുറാദുകൾ ഹാസിലാക്കിയെടുത്ത്. അപ്പോൾ നമ്മൾ മജ്ലിസിൽ മറ്റുള്ളവരിലേക്ക് ധാരാളം, നമ്മളെ മജ്ലിസ് കാണുന്ന കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ധാരാളം ആളുകൾക്ക് പല ഉദ്ദേശങ്ങളാണ്, പല ഹാജത്തുകളാണ്. അവരെ കാര്യങ്ങൾ നടക്കട്ടെ, അവരിത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മജ്ലിസിലൂടെ ഇൻഷാ അല്ലാഹ് ഓരോരോ അമലുകൾ പറയുന്നത്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ അത് എഫക്റ്റ് ചെയ്തപ്പോഴാണ് മജ്ലിസിൽ മറ്റുള്ളവരും ഇത് ചെയ്യട്ടെ, ഇത് ആത്മാർത്ഥമായി ചെയ്യട്ടെ എന്ന നിലക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ അറിയിക്കുന്നത്. അല്ലാഹുവേ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ജീവിതത്തിൽ പകർത്താൻ, ഇതുകൊണ്ട് ഈ ഇസ്മിനെ കൊണ്ട് അമലെടുക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മളെ സയ്യിദിയ മജ്ലിസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൻ്റെ ഒരു അംഗമാവുക, ഈ മജ്ലിസിൽ ചേരുക, ഒരംഗമാവുക. പിന്നീട് നമ്മളെ മജ്ലിസ് സയ്യിദിയ മജ്ലിസ് ദിക്ർ ദുആഇൻ്റെ മജ്ലിസ് രാവിലെ പ്രഭാത നമസ്കാരം കഴിഞ്ഞ്, സുബഹിസ്കാരം കഴിഞ്ഞ് ഒരു 5:45 5:45 തുടങ്ങുന്ന മജ്ലിസിലും എല്ലാവരും പങ്കെടുക്കുക. നിങ്ങളെ മുറാദ് കരുതിക്കൊണ്ട്, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ കരുതിക്കൊണ്ട് ഒരു അത്ഭുത മജ്ലിസാണ്. മഹാന്മാരായ സാദാത്യങ്ങളുടെ നോട്ടവും അവരുടെ കാവലും അവരെ ഇജാസിയത്തും കൂടി നടത്തുന്ന മഹാമജ്ലിസ്, അത്ഭുത മജ്ലിസ്. ഇൻഷാ അല്ലാഹ് പങ്കെടുക്കുക. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.